എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് അഫയേഴ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ പോയിന്റ്, 2024 കലിംഗ സൂപ്പർ കപ്പിന് വേദിയാകുന്നത് ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് 2024 കലിംഗ സൂപ്പർ കപ്പിന് വേദിയാകുന്നത് ഒഡീഷ. ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ പുതിയ പേരാണ് ഈ പറഞ്ഞിട്ടുള്ള കലിംഗ സൂപ്പർ കപ്പ്. അപ്പൊ മുമ്പത്തെ പേരെന്തായിരുന്നു? ഇന്ത്യൻ സൂപ്പർ കപ്പ് കേട്ടോ. ഇനി ഇതിലെ റണ്ണറപ്പ് ആയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ ആണ്. ഓക്കെ, ബംഗളൂരു ആയിരുന്നു റണ്ണറപ്പ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2024 കലിംഗ സൂപ്പർ കപ്പിന് വേദിയായിട്ടുള്ളത് ഒഡീഷയാണ്. ജസ്റ്റ് ഓർക്കാം, കലിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഓർക്കാം അല്ലെ. ഓക്കെ, അപ്പൊ കലിംഗ സൂപ്പർ കപ്പിന് വേദിയായിട്ടുള്ളത് ഒഡീഷ. ഇനി അടുത്ത പോയിന്റ്, 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏത് ജില്ലയാണ്? ഒന്ന് വേഗം പറഞ്ഞേ. അത് കൊല്ലം ജില്ല അല്ലെ. കൊല്ലം ജില്ലയാണ്. ഓക്കെ, ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്? കണ്ണൂരാണ് അല്ലെ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അരവിന്ദ് പനഗരിയ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ധനം പണം എന്നുള്ള രീതിയിൽ പനഗരിയെ ഓർക്കാൻ അല്ലെ. ഇനി റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായിട്ടുള്ള KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. അപ്പൊ റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്ന KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബൈക്ക് എക്സ്പ്രസ് ആണ് കേട്ടോ. ബൈക്ക് എക്സ്പ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ലഭ്യമാകുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട് അല്ലെ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള K-സ്മാർട്ട് അല്ലെ. വളരെ സ്മാർട്ട് ആയിട്ട് നമുക്ക് വേഗം തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് K-സ്മാർട്ട് എന്ന് പറയുന്നത്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ. ഓക്കെ, അപ്പോ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ S ജയശങ്കർ ആണ് അല്ലെ. S ജയശങ്കർ. ഓക്കെ, ഭാരതം എപ്പോഴും ജയിച്ചു വരട്ടെ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ജയശങ്കർ ആണ്, S ജയശങ്കർ. 2024 ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള കായിക താരവും പരിശീലകനുമായിട്ടുള്ള മാരിയോ സഗാലോ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ് കേട്ടോ. 2024 ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള കായിക താരവും പരിശീലകനുമായിട്ടുള്ള മാരിയോ സഗാലോ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അത് ഫുട്ബോൾ ആണ്. ഓക്കെ, പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. 2024 കലിംഗ സൂപ്പർ കപ്പിന് വേദിയായിട്ടുള്ള ഒഡീഷ. അതേപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ പുതിയ പേരാണ് കലിംഗ സൂപ്പർ കപ്പ്. റണ്ണറപ്പ് ബാംഗ്ലൂരു ആയിരുന്നു. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല കൊല്ലം ജില്ല അല്ലെ. അതിൽ ആരാണ് ജയിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്? കണ്ണൂരാണ് അല്ലെ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അരവിന്ദ് പനഗരിയാണ്. റെയിൽവേ മാതൃകയിൽ ഇരുചക്രവാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായിട്ടുള്ള KSRTCയുടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് S ജയശങ്കർ ആണ്. 2024 ജാനുവരിയിൽ അന്തരിച്ചിട്ടുള്ള കായിക താരവും പരിശീലകനുമായിട്ടുള്ള മാരിയോ സഗാലോ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ് അല്ലെ. ഇനി 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെയാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ് അല്ലെ. അപ്പോ മികച്ച സംവിധായകനാണ്, നല്ല നോളേജ് ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. സംവിധായകൻ ഡയറക്ടേഴ്സിനൊക്കെ നല്ല നോളേജ് ഉണ്ടാവും ഓർക്കാം. ക്രിസ്റ്റഫർ നോളൻ കേട്ടോ. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഇനി മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രൊഫസർ MK സാനു ആണ്. ഓക്കെ, പ്രൊഫസർ MK സാനു. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? MK സാനു. ഇന്ത്യയിലെ പുതുക്കിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് 2024 ജൂലൈ 1 അല്ലെ. ക്രിമിനൽ നിയമങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ച് ജോലി ആയിരിക്കും എന്ന് ഓർക്കാം. ജൂലൈ 1 നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചിട്ടുള്ള കാർത്തുമ്പി കുട നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. എവിടെയാണ്? അട്ടപ്പാടി. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാ? സിംഗപ്പൂർ അല്ലെ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ സിംഗപ്പൂരാണ്. മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേര് കുലഗുരു ആണ് കേട്ടോ. ഓക്കെ, മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേര് ചോദിക്കുകയാണെങ്കിൽ കുലഗുരു. ഓക്കെ, ഇനി ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടി മലപ്പുറത്താണ്. ഓക്കെ, ഭാരതീയ
ന്യായ സംഹിത പ്രകാരം കേരളത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടി, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. അടുത്ത പോയിന്റ്, ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആരാണ്? എം.എൻ. കാരശ്ശേരി. ഓക്കെ, ബഷീറിന്റെ പൂങ്കാവനം. ഓക്കെ, ഇപ്പൊ പൂവൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ജസ്റ്റ് കാരക്കയും കൂടെ ഉണ്ടെന്ന് ഓർക്കാം കേട്ടോ. കാരശ്ശേരി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ ആരാണ്? കെയർ സ്റ്റാമർ. ഓക്കെ, ബ്രിട്ടൻ ടണ്ണ് കണക്കിന് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൊളാവും. അപ്പൊ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെയർ സ്റ്റാമർ ആണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ പോയിന്റ് നോക്കാം. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്റ്റഫർ നോളൻ. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ M.K. സാനു. ഇന്ത്യയിലെ പുതുക്കിയ ക്രിമിനൽ നിയമനം 2024 ജൂലൈ 1-നാണ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചിട്ടുള്ള കാർത്തുമ്പിക്കുട നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടി. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സിംഗപ്പൂരാണ്. മധ്യപ്രദേശിലെ വൈസ് ചാൻസലർമാരുടെ പുതിയ പേര് കുലഗുരു. എന്താണ്? കുലഗുരു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടി, മലപ്പുറം. ബഷീറിന്റെ പൂങ്കാവനം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എം.എൻ. കാരശ്ശേരി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? കെയർ സ്റ്റാമർ ആണ് അല്ലെ, കെയർ സ്റ്റാമർ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞിട്ടുള്ള യുദ്ധ ടാങ്കിന്റെ പേരാണ് സോരവർ. ഓക്കെ, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞിട്ടുള്ള യുദ്ധ ടാങ്ക് കേട്ടോ. യുദ്ധ ടാങ്കിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ സോരവർ ആണ് കേട്ടോ, സോരവർ. അടുത്ത പോയിന്റ് നോക്കാം. 2024 ഏഷ്യൻ ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം നേടിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ധ്രുവ് സിത്വാലയാണ്. ഓക്കെ, അപ്പൊ ബില്യാർഡ്സ് ഒക്കെ കളിക്കുമ്പോൾ ഒരു കോലൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി ധ്രുവത്തിൽ എത്തിക്കണം എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ധ്രുവ് സിത്വാല. അടുത്ത പോയിന്റ്, 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ. ഓക്കെ, 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ. 2024 കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് മോഹൻലാലിനെയാണ് അല്ലെ. 2024 കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് മോഹൻലാൽ. 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാർബറ കെജ്രിക്കോവയാണ്. ഓക്കെ, അപ്പൊ 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാർബറോവ കെജ്രിക്കോവ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് കുറച്ച് വീമ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. വീമ്പ് പറഞ്ഞു, സ്ത്രീകളായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് ബാർബറോവ കെജ്രിക്കോവ. ഇനി 2024 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കാരസ്. ജസ്റ്റ് കണക്ട് ചെയ്യാം. വിമ്മ് വെച്ചിട്ട് അലക്കി എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അൽക്കാരസ്. ഓക്കെ, കാർലോസ് അൽക്കാരസ്. 2024 കോപ്പ അമേരിക്ക കിരീടം നേടിയിട്ടുള്ള ടീം അർജന്റീനയാണ്. ഓക്കെ, 2024 കോപ്പ അമേരിക്ക കിരീടം നേടിയിട്ടുള്ള ടീം ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? അർജന്റീനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. കൊളംബിയയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരള ഹിന്ദി പ്രചാര സഭയുടെ 2024 സാഹിത്യ കലാനിധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? M.T. വാസുദേവൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? M.T. വാസുദേവൻ നായർ. കേരള ഹിന്ദി പ്രചാര സഭയുടെ 2024 സാഹിത്യ കലാനിധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എം.ടിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിധി ഉണ്ടായിരുന്നില്ല, M.T. ആയിരുന്നു എന്നൊക്കെ ഓർക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ M.T. എന്ന് പറയില്ല, അങ്ങനെ M.T. ആയിരുന്നു എന്ന് ഓർക്കാം. M.T. വാസുദേവൻ നായർക്കാണ് കിട്ടിയിട്ടുള്ളത്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15 ദിവസമാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15 ദിവസം. അടുത്ത പോയിന്റ്, രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൻ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് വേദിയായിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം വിഴിഞ്ഞമാണ് അല്ലെ. ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുത്തു നോർക്കാം. ഓക്കെ, വിഴിഞ്ഞമായിട്ട് നോർക്കാം. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം വിഴിഞ്ഞം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഗുഹാചിത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഗുഹാചിത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യ. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക്. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മെഡൂസ വസ്ത്രമാണ് കേട്ടോ. മെഡൂസ വസ്ത്രമാണ്. ഓക്കെ,
അപ്പൊ ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം ചോദിക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ USA എന്നൊക്കെ ഓർക്കാം അല്ലെ, മെഡൂസ, മെയ്ഡ് ഇൻ USA, മെഡൂസ വസ്ത്രം. ഭൂചലനത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ഭൂദേവ് കേട്ടോ. ഭൂചലനത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പാണ് ഭൂദേവ്. ഓക്കെ, ഭൂചലനം ഭൂ വെച്ചിട്ട് പിന്നെ ഭൂചലനമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ദൈവത്തെ വിളിക്കും അല്ലെ, അപ്പൊ ഭൂദേവ്. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് പ്രവാഹ് കേട്ടോ. പ്രവാഹ് എന്നാണ് അതിന്റെ ഒരു പ്രവാഹം തന്നെയായിരിക്കും, വേഗത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. റിസർവ് ബാങ്കിന്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടൽ ചോദിക്കുകയാണെങ്കിൽ പ്രവാഹമാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് നോക്കാം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15 ദിവസം. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവിന് വേദിയായിട്ടുള്ളത് കേരളം. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം വിഴിഞ്ഞം അല്ലെ, ക്രെയിൻ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കും. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള ഗുഹാചിത്രം ഇന്തോനേഷ്യ. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക്. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം മെഡൂസ വസ്ത്രമാണ്. ഭൂചലനത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പാണ് ഭൂദേവ് കേട്ടോ. അടുത്ത പോയിന്റ്, വാസിറെക്സ് ഏത് രാജ്യത്തെ പ്രധാനപ്പെട്ട കറൻസി എക്സ്ചേഞ്ച് ആണ്? ഇന്ത്യയുടെയാണ് അല്ലെ. വാസിറെക്സ് ഏത് രാജ്യത്തെ പ്രധാനപ്പെട്ട കറൻസി എക്സ്ചേഞ്ച് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയാണ്. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന പ്രായം കുറഞ്ഞുള്ള ഇന്ത്യൻ താരം ദിനിധി ദേശിങ്ങു ആണ് കേട്ടോ. ആരാണ്? ദിനിധി ദേശിങ്ങു. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞുള്ള ഇന്ത്യൻ നിധി പോലെ കണക്കാക്കണം അല്ലെ. പ്രായം കൂടിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാ? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബോപ്പണ്ണയാണ് അല്ലെ, രോഹൻ ബോപ്പണ്ണയാണ്. പുതുശ്ശേരി ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കൈലാഷ് നാഥൻ. ആരാണ്? കെ കൈലാഷ് നാഥൻ. ഓക്കെ, പുതിയ പണമൊക്കെ കയ്യിൽ കൊടുത്തു എന്ന് ഓർക്കാം അല്ലെ, കൈലാഷ് നാഥനാണ്, കെ കൈലാഷ് നാഥൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം ജ്വലിപ്പിച്ചിട്ടുള്ളത് റാഫേൽ നദാലാണ്. ഓക്കെ, ദീപം തെളിയിച്ചത് ചോദിക്കുകയാണെങ്കിൽ റാഫേൽ നദാൽ. നടന്നിട്ട് പോയിട്ട് ദീപം തെളിച്ചു എന്ന് ഓർക്കാം അല്ലെ, നദാൽ. ഓക്കെ, നദാൽ, റാഫേൽ നദാലാണ്. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് വിസ്താര. വിസ്തരിച്ചിരുന്ന് വൈഫൈ കണക്ഷൻ ഒക്കെ എടുത്തിരിക്കുക അല്ലെ. അപ്പൊ രാജ്യത്തെ വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് വിസ്താര. 2024 വനിതാ T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാരായിട്ടുള്ളത് ശ്രീലങ്കയാണ്. 2024 വനിതാ T20 ക്രിക്കറ്റ് ചാമ്പ്യന്മാരായിട്ടുള്ളത് ശ്രീലങ്ക. സ്ത്രീകളാണല്ലോ, അപ്പൊ സ്ത്രീ എന്നുള്ള രീതിയിൽ ശ്രീ ഓർക്കാം. അടുത്ത പോയിന്റ്, PM സൂര്യഘർ പദ്ധതിയിൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാമത് എത്തിയിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് ആണ്. അപ്പൊ രാത്രി പോലും അവർക്ക് സൗരോർജ്ജം കിട്ടി എന്നൊക്കെ വെറുതെ ഓർത്തുള്ളൂ. ഗുജറാത്ത് ആണ് കേട്ടോ. കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. അപ്പൊ PM സൂര്യഘർ പദ്ധതിയിൽ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാമത് എത്തിയിട്ടുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള രാജ്യങ്ങള് റഷ്യയും ബെലാറസും ആണ് കേട്ടോ. ആരൊക്കെയാണ്? റഷ്യയും ബെലാറസ്. ഓക്കെ, ഭയങ്കര റഷ്യ ഉണ്ടാക്കി, ബലം പിടുത്തമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ഓർക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് വിലക്ക് കിട്ടി എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ റഷ്യയും ബെലാറസും. 2024 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത് അജന്ത ശരത് കമൽ. ഓക്കെ, 2024 ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിന് വേണ്ടി പതാക വഹിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ വളരെ ചിന്തിച്ചിട്ടൊക്കെ വഹിക്കണം എന്ന് ഓർക്കാം. അജന്ത കേട്ടോ, അല്ലെങ്കിൽ അതിന് കുറച്ച് അജണ്ടാസ് ഒക്കെ ഉണ്ടെന്ന് ഓർക്കാം. അജന്ത ശരത് കമൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതെന്തായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം ജ്വലിപ്പിച്ചിട്ടുള്ളത് റാഫേൽ നദാൽ. അപ്പൊ മാറിപ്പോണ്ട. അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറിയും ഗ്രാമറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.